യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. ഒരാൾ വായിച്ചു. ആമേൻ. ഈ വാക്യത്തോട് ചേർന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വാക്യം നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണും. ഒന്ന്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് അല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. ഈ 4 കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഷോർട്ടായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവം ആണ് നമ്മളെ തിരഞ്ഞെടുത്തത്. ആണോ? ആമേൻ. ദൈവമാണ് ദൈവമക്കളെ തിരഞ്ഞെടുത്തത്. ഈ ലോകത്ത് എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ ദൈവമാണ്. എല്ലാ മനുഷ്യനെയും സൃഷ്ടിച്ചവൻ ദൈവമാണ്. എന്നാൽ ദൈവത്തിന് ആവശ്യമുള്ളവരെ ദൈവം നിങ്ങളെയോ തിരഞ്ഞെടുത്തു, സെലക്ട് ചെയ്തു. അതാ ദൈവവചനം പറഞ്ഞത്. അപ്പോൾ ഞാൻ അതങ്ങനെ തിരിച്ച് ചിന്തിച്ചു, എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ദൈവം തരാതെ? ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത് സത്യമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് ദൈവത്തെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ദൈവം തരാത്തത്? എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. കാരണം നമുക്ക് അറിയാം, നമ്മൾ എപ്പോഴൊക്കെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. പ്രത്യേകിച്ച് ഇലക്ഷൻ വരുമ്പോൾ എത്ര പാർട്ടിക്കാർ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. ആണോ അല്ലേ? അതെ. അത് മാത്രമല്ല, ജീവിത സാഹചര്യങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ അഡ്വൈസ് പറഞ്ഞാലും എനിക്ക് ഇഷ്ടമായി മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ. പ്രത്യേകിച്ച് യുവതലമുറ. ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കണ്ടത്. 18 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ. +2+1 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി 18 വയസ്സ് തികഞ്ഞതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ് ആളുകളോട് എന്ത് ചെയ്യുന്നത്? അവളുടെ തിരഞ്ഞെടുപ്പാണ് പോയി. എന്നിട്ട് അവര് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആ ഒരു വീഡിയോ. ഭയങ്കര അഭിമാനത്തോടെ ഞാൻ പറയുന്നത്, എനിക്ക് ഇഷ്ടമായ ആളുടെ ഞാൻ എന്ത് ചെയ്തു? ഇറങ്ങി തിരഞ്ഞെടുപ്പാ. അപ്പൊ അവര് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട്, നിന്റെ മാതാപിതാക്കളെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇഷ്ടമാണ് എനിക്ക് വലുത്. ഇന്നത്തെ തലമുറയുടെ പോക്ക തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പോകുന്നു. പ്രിയ തലമുറ യുവതികളോടും യുവാക്കളോടും എനിക്ക് പറയാനുള്ള ഒന്നേയുള്ളൂ, നിന്നെ തിരഞ്ഞെടുക്കാനുള്ള ശേഷിയിലേക്ക് വളർത്തിയെടുത്ത് മാതാപിതാക്കളുണ്ട്. കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ കണ്ട ഒരു സംഭവമാണ്. എൻ്റെ ഇളയ കുഞ്ഞ് 4 മാസമായപ്പോൾ അതിന് ജലദോഷം വന്നപ്പോൾ അമ്മ എന്തെങ്കിലും അറിയാമോ? അതിന് മൂക്ക് വലിക്കാൻ അറിയത്തില്ല. അമ്മ വാ കൊണ്ട് അതിന് മൂക്ക് വലിച്ചെറിയുകയാണ്. ഉരിഞ്ഞെടുക്കുക. എല്ലാ അമ്മമാരും ചെയ്യുന്ന പരിപാടി അല്ലേ? എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. കാരണം ഞാൻ ചെയ്യത്തില്ല. എൻ്റെ പ്രിയ മക്കൾ, നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ മാതാപിതാക്കൾ ഇങ്ങനെയാണ് നിങ്ങളെ വളർത്തിയത്. നിനക്ക് കാല് വളർത്തുന്നുണ്ടോ? കൈ വളർത്തുന്നുണ്ടോ? നീ വീഴുന്നുണ്ടോ? നിനക്ക് പനിയാണോ? ജലദോഷമാണോ? എല്ലാത്തിനെയും അവർ കഴിക്കാതെ ഉറങ്ങാതെ ഇരുന്ന് വളർത്തിയെടുത്ത് 18 വയസ്സായപ്പോൾ നീ പറയുക, എൻ്റെ ഇഷ്ടത്തെ ഞാൻ തിരഞ്ഞെടുക്കുക. ദൈവം ശ്രമിച്ചു കളയും. മാതാപിതാക്കളെ കണ്ണുനീരിന് വില കൊടുത്തില്ലെങ്കിൽ ദൈവം ശ്രമിച്ചു കളയും. അതുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് ചേർന്നിരിക്കുന്നത്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാൽ ശരി, എൻ്റെ ഇഷ്ടമെന്തോ അതേ ഞാൻ ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം, അതൊന്നുകൂടെ നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാക്കി തരാൻ വേണ്ടി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യം ഒരാളെടുക്കുക. ഇനി ഒരാൾ ഉൽപ്പത്തി പുസ്തകം 3-6 കൂടെ എടുക്കുക. ആദ്യം 16-17 വായിച്ചു. മനുഷ്യനെ നോക്കി, ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷത്തിൻ തനിയെയും പുസിക്കണം, ആനാലും നന്മ തിന്മ അറിയത്തക്ക വൃക്ഷത്തിൻ തനിയെ പുസിക്ക വേണ്ടാം, അതേ നീ പുസിക്കും നാളിൽ സാകവേ സാവ എന്ന് കട്ടളിട്ടാർ. 3-6 അപ്പോഴത്തെ സ്ത്രീയാണവൾ, அந்த വൃക്ഷം புசிப்புக்கு நல்லதும் பார்வைக்கு இன்பமும் புத்தியை தெளிவிக்கிறதற்கு இச்சிக்கப்படத்தக்க விருட்சமாய் இருக்கிறது என்று கண்டு அதன் கனியை பறித்து புசித்து தன் புருஷனுக்கு கொடுத்தாள். அவனும் புசித்தான்.
ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട രണ്ട് വ്യക്തികളാണ് ആദമും ഹവ്വയും. എന്നാൽ ദൈവം മക്കളെ ഇത് തിന്നരുത് എന്ന് എന്തിനെ പറഞ്ഞു അതേ അവരെന്ത് ചെയ്തുള്ളത് തിന്നു കഴിച്ചു അല്ലേ? അപ്പം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മക്കൾ സ്വന്തം ഇഷ്ടത്തെ ചെയ്തപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നമ്മൾ ചെയ്തു മാറി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് ആ ഒരു ചാൻസ് തരാത്ത, ദൈവത്തെ സെലക്ട് ചെയ്യാനായിട്ട്, ദൈവത്തെ തിരഞ്ഞെടുക്കാനായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് തരാത്തത് എന്ന് വെച്ചാൽ, എൻ്റെ ഇഷ്ടം പലപ്പോഴും ദൈവഹിതത്തിന് വ്യത്യാസമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം ദൈവഹിതമായിട്ട് മാറണമെന്ന് ഇല്ല. അതുകൊണ്ടാണ് ദൈവം നമുക്കൊരു അവസരം തരാത്തത്. നാം ദൈവത്തെ തിരഞ്ഞെടുക്കാതെ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കാൻ കാരണം. പലപ്പോഴും എൻ്റെ ഇഷ്ടം ദൈവഹിതത്തിന് എതിരാണ്. നാം ഇഷ്ടപ്പെടുന്നതല്ല. ഇന്നത്തെ തലമുറ അങ്ങനെ പറയുന്നത്, ഞാൻ എന്ത് ചോദിക്കുന്നോ അത് ദൈവം തരണം. ദൈവം ATM മിഷനൊന്നുമല്ല. നീ ചോദിക്കുന്ന എന്ത് തരാനായിട്ട് ദൈവത്തിനറിയാം. അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്ന മുമ്പേ നിന്നെ അറിഞ്ഞവന് ഈ ലോകത്ത് എന്തു തരണമെന്ന് എൻ്റെ ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. അത് മാത്രമേ നമുക്ക് തരത്തുള്ളൂ, അതിനപ്പുറമൊന്നും തരത്തില്ല. അവൻ തരുന്നത് ചിലപ്പോൾ നമുക്ക് വേദനകളിലൂടെ കടന്നു പോകുന്ന വഴിയായിരിക്കാം, പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വഴിയായിരിക്കാം, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വഴിയായിരിക്കാം. എന്നാൽ റോമർക്കെഴുതിയ ലേഖനം 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എൻ്റെ വേദനകളും എൻ്റെ പ്രയാസങ്ങളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ കർത്താവ് എന്നെ മെനഞ്ഞ് അവന് ഇഷ്ടമുള്ള പാത്രമാക്കി മാറ്റാൻ വേണ്ടിയാണ് കർത്താവ് ഈ സാഹചര്യത്തിലൂടെ എന്നെ കടത്തിവിടുന്നത്. അതുകൊണ്ട് എൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഹിതത്തിന് ഓപ്പോസിറ്റാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, നീയല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് പ്രത്യേകതയുണ്ട്. എന്തിനാ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? ദൈവഹിതത്തെ മനസ്സിലാക്കി അതിൽ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്ത് ജീവിക്കണം. അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. അപ്പം നാം തിരഞ്ഞെടുക്കാത്തതിന് കാരണം മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇഷ്ടം പലപ്പോഴും ദൈവഹിതത്തിന് എതിരാണ്. ദൈവഹിതം നിറവേറ്റാൻ വേണ്ടിയാണ് ദൈവം നാം ഓരോരുത്തരും തിരഞ്ഞെടുത്ത് ഈ ലോകത്ത് ജീവനുള്ള സാക്ഷികളാണ്. അതുകൊണ്ട്